കാസർഗോഡ് പൈവളികെ ഗ്രാമപഞ്ചായത്ത് അവിശ്വാസ പ്രമേയത്തിൽ ബിജെപിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത കോൺഗ്രസ് സംഘത്തെ പുറത്താക്കി. 15-ാം വാർഡംഗം അവിനാഷ് മച്ചാദോയെയാണ് പുറത്താക്കിയത്. സിജു കണ്ണനുണ്ട്. സിജു, എന്തൊക്കെയാണ് വിവരങ്ങൾ? കീർത്തി, കാസർഗോഡ് പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വന്ന അവിശ്വാസ പ്രമേയത്തിൽ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ അതിനനുകൂലമായി ഒരു കോൺഗ്രസ് സംഘം വോട്ട് ചെയ്തത്. പഞ്ചായത്തിൽ LDF-ന് 8, BJP-ക്ക് 8, മുസ്ലിം ലീഗ് 2, കോൺഗ്രസ് 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. എന്നാൽ കോൺഗ്രസിന്റെ ഈ BJP അനുകൂല നിലപാടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തി. ഇവിടെയുള്ള 2 അംഗങ്ങൾ LDF-ന് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നതിനിടയിൽ വലിയ രാഷ്ട്രീയം, ദേശീയതലത്തിലെ രാഷ്ട്രീയങ്ങളടക്കം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ BJP-ക്ക് സഹായകരമാകുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ വിമർശനവും എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വോട്ട് ചെയ്ത BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 15-ാം വാർഡംഗം അവിനാഷ് മച്ചോദയെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ നടപടി മാത്രമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങൾക്ക് ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. മുസ്ലിം ലീഗും നേരിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ UDF സംവിധാനത്തിനകത്ത് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട് എന്ന നിലയിലാണ് 2 മുസ്ലിം ലീഗ് അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തെ എതിർത്തുകൊണ്ട് LDF-ന് അനുകൂലമായി വോട്ട് ചെയ്തത്. ലീഗിന്റെ പ്രതിഷേധം UDF-നകത്ത് അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് UDF-നകത്ത് തന്നെ വലിയ പ്രശ്നമായി ഇത് വളരുകയാണ്. ശരി, സിജു കണ്ണനാണ് വിവരം.